ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവരും സേഫായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ വൈകിട്ട് നമ്മൾ ഡിന്നറിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു കിഴി പൊറോട്ട ആയിരുന്നു. അതുപോലെ തന്നെ ഒരു കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ വാഞ്ചോ കേക്കിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ തന്നെ മോൾക്കൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എഴുതി അറിയിക്കാൻ മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇന്ന് ഡിന്നറിന് നമ്മൾ കിഴി പൊറോട്ട ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കലക്കി വെച്ച വെള്ളമാണ്, അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം വീട്ടിൽ എനിക്കും ഉമ്മാക്കൊന്നും പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. ഇപ്പം നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കും. അപ്പം നമുക്ക് പൊറോട്ടയ്ക്ക് പുതിയാകുമ്പം ഉപ്പാനോട് പറഞ്ഞാൽ ഇപ്പം നല്ല പൊറോട്ട ഉണ്ടാക്കി തരും. അപ്പോൾ ഈ മുട്ടയും അതുപോലെ തന്നെ വെള്ളവും മൈദയൊക്കെ ആയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ബീഫ് റെഡിയാക്കാം. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ തക്കാളി, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് മല്ലിയിലയും കറി ലീവ്സും, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി, ഇതെല്ലാം കൂടെ ബീഫിലിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെജീസൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അത് നമുക്ക് ഓരോരുത്തരുടെ പ്രഷർ കുക്കറിനനുസരിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ വെള്ളം കുറച്ച് അധികമായാലും നമുക്ക് പിന്നെ അത് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. മട്ടനുക്കും ബീഫുക്കും ഒക്കെ ചെറിയ ഉള്ളി ആവും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാകുക. സവാള എടുത്താലും കുഴപ്പമില്ല, പക്ഷേ ചെറിയ ഉള്ളി ആവും ഒന്നും കൂടെ ടേസ്റ്റി ആവുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മളെ ചപ്പാത്തീൻ്റെ ഡവ് ഇനി വീണ്ടും കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വെക്കാം. ബോളാക്കുന്നത് ഇങ്ങനെ എന്തോ ഒരു മെത്തേഡാണ്. അപ്പം അങ്ങനെ ബോൾസ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കൈയും കൂടെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ബേബിക്ക് ഈ ചപ്പാത്തിപ്പൊടി പിന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഈ പൊടി എടുത്ത് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവളെ വിചാരം അത് ക്ലേ ആണെന്ന്, എന്നിട്ട് അതുകൊണ്ടൊക്കെ ഓരോന്ന് ഉണ്ടാക്കുക. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ബോൾസൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ബേബി അവിടെ ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു എക്സോ എൻ്റെയൊക്കെ പകുതി പോർഷനൊക്കെ ഉള്ള പോലെയൊക്കെ ഉണ്ട്. പിന്നെ അതെന്താ പിന്നെ അത് ഒക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ മോഡലാണ് ഉമ്മയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പൊറോട്ട പരത്തിയെടുക്കാം. ഇത് നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ, പിന്നെ കുറച്ചിങ്ങനെ നീട്ടിയിട്ട് വേണം. പിന്നെ ഇതിങ്ങനെ വീശി അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ വീണ്ടും ഓയിലും മൈദപ്പൊടിയും കൂടെ ഡസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഒരു ചെറിയ പീസ് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെറിയ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കണ്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അടുത്ത പൊറോട്ട പരത്തുമ്പോൾ ആ ചെറിയ പീസും മറ്റേ പീസും കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ വീണ്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കും. ഇത് ഇങ്ങനെ വെക്കണതിന് എന്താ പറയാമെന്നൊന്നും എനിക്കറിയാം. എന്തായാലും ഒരു റോസ് ഫ്ലവർ പോലെയൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കണ്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ ഇതെല്ലാം അതേപോലെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല റോസ് ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ച പോലെ ഉണ്ട്. നമുക്ക് വീണ്ടും അതിങ്ങനെ പരത്തിയിട്ട് നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം. അപ്പം നന്നായിട്ട് ഓയിൽ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പൊറോട്ട ചുട്ട് വരുമ്പം അങ്ങനെ ഓയിലി ഒന്നും ആവില്ല, നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും.
അപ്പോൾ ബേബി അടുത്ത സംഭവങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കറിയില്ല അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പൊറോട്ട ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ചുടുമ്പോഴും ഇതേപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് കൊടുക്കണ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചുട്ടെടുക്കുക. എന്നിട്ട് ഈ പൊറോട്ട നന്നായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാലേ പൊറോട്ടൻ്റെ ലെയേഴ്സൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം ഇനി ബാക്കിയുള്ള പൊറോട്ടോസൊക്കെ അങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പം എല്ലാം കഴിഞ്ഞ് ഇനി ബേബിൻ്റെ പൊറോട്ടോസിൻ്റെ ടേണാണ്. അവളതും പക്ഷേ അവളത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം തീരെ കട്ടില്ലാണ്ടായതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരുന്നു. പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്ത് കഴിച്ചിരുന്നു. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മളെ ബീഫും റെഡി ആയിട്ടുണ്ട്. നമ്മൾ തീരെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫിൻ്റെ മസാല ഒന്നും കൂടെ ഒന്ന് ശരിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് കുറച്ച് വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ബീഫിൻ്റെ മസാല അതിക്കിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ തിളക്കുന്ന ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫും ബോട്ടിയൊക്കെ. മട്ടൻ ഞാൻ കൂട്ടൂല. മട്ടൻ്റെ സ്മെല്ലൊന്നും എനിക്കിഷ്ടമല്ല. ബീഫ് ഇങ്ങനെ ഈ തിളക്കുന്ന ടൈമിലൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ കുറച്ച് ബീഫിൻ്റെ മസാലയും പൊറോട്ട എടുത്ത് കഴിച്ചിരുന്നു. ഇതിൽ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ബീഫ് എൻ്റെ ഉമ്മ വെക്കുന്ന ഇതുണ്ട്, നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ബീഫ് അങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇക്കാക്ക് അങ്ങനെ എരിവ് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. നമ്മൾ മലയാളികൾക്ക്, പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറംകാർക്ക് അവരെ ഒഫീഷ്യൽ ഫുഡാണ് പൊറോട്ടയും ബീഫും. നമുക്ക് പെട്ടെന്ന് വയറ് ഫില്ലാവാനും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ ഈ പൊറോട്ടയും ബീഫും. അപ്പോൾ ഇതാ നമ്മളെ ബീഫൊക്കെ പാകത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇപ്പോൾ അവിടെ വാഴയിലൊക്കെ ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു വാഴയിലയിൽ ഒരു പൊറോട്ട വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ ബീഫിൻ്റെ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സവാള അരിഞ്ഞത് അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറി ലീവ്സും മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് പൊറോട്ട വെച്ച് കൊടുക്കാം. ഇത് വീണ്ടും മസാല ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു ലെയർ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ 2 ലെയറാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പൊറോട്ടൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വാഴയിൽ ഒരു കിഴി പോലെ നമുക്ക് കെട്ടിയെടുക്കാം. അപ്പോൾ എനിക്കിങ്ങനെ കിഴി കെട്ടാനൊന്നും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണു. എന്നിട്ട് വാഴനാര് കൊണ്ട് തന്നെ നമുക്കത് കെട്ടിക്കൊടുക്കാം. ഇപ്പോഴാണിത് കെട്ടിത്തരുന്നത്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കല്ല, പൊള്ളിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പൊറോട്ട ചുട്ടെടുത്ത ആ ചട്ടിയിൽ തന്നെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് കിട്ടിയത് ഒരു ഉരുളിച്ചട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അത് വെച്ച് കൊടുത്തു. ഏത് പാത്രം യൂസ് ചെയ്യുക. ഇനി ഇതൊരു 3 to 4 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കിടന്നോട്ടെ. അപ്പോഴേക്ക് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാൻ്റെ കൂടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ ബേബി ഹെൽപ്പ് ചെയ്യാണ്. പിന്നെ എനിക്കിന്ന് കേക്കിന് ഓർഡർ ഉള്ളതുകൊണ്ട് കേക്കിൻ്റെ കുറച്ച് മെറ്റീരിയൽസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
ബേബിക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് തുറക്കാം. അപ്പോഴേക്ക് ഞാൻ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേന് അത് റെഡി ആയിക്കോളും. അപ്പോൾ ക്രീമും കൂടെ ചെയ്ത് ക്രീം ഫ്രിഡ്ജിലും വെച്ചും കേക്കൊക്കെ നമ്മൾ ബേക്ക് ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കിഴി പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് ടൈമാണ്. നമുക്ക് ഈ കിഴി ഒന്ന് തുറന്ന് നോക്കാം. ആ കിഴി തുറക്കുമ്പോൾ തന്നെ ആ വാഴയിലേൻ്റെ ഒക്കെ ചെറിയൊരു സ്മെല്ലും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പൊറോട്ടയിൽ ബീഫിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങിച്ചെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ മുകളിലെ ലെയറിനേക്കാളും ടേസ്റ്റാണ് താഴത്തെ ലെയർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു നാരങ്ങ കൂടെ പിഴിഞ്ഞിട്ടാണ് ഇത് കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്രാവിങ്സ് ആണല്ലേ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം പോരാ, നമ്മൾ കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും കൂടെ കൂടുക. ഒരാൾ ഒരു ഭാഗത്ത് നിന്നിരുന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു ടൈമിൽ കഴിക്കുന്നു, അങ്ങനെ ആയിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് ആ ഫുഡിനും കൂടെ ആ ടേസ്റ്റും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കേക്ക് ക്രീമിങ് തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല. കാരണം നമ്മളെ ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് വാഞ്ചോ കേക്കാണ്. അപ്പോൾ അന്ന് ഞാൻ മെഷർമെൻറ്റ്സൊക്കെ കറക്റ്റ് വൈറ്റ് സ്പോഞ്ച് ഉണ്ടാക്കുന്നതും ഡാർക്ക് സ്പോഞ്ച് ഉണ്ടാക്കുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം വൈറ്റ് ഗണാഷ് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഡാർക്ക് ഗണാഷ് ചെറിയ ലൈൻസ് ആക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വലിയൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇനി ഒരു റോസ് ഫ്ലവർ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ പിങ്ക് കളർ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്രീം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കത് കേക്കിൽ കുറച്ച് ക്രീം അവിടെ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേണം ഈ റോസ് ഫ്ലവർ വെക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒഴിച്ചു പോവാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ 3 ഫ്ലവേഴ്സും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് ലീവ്സ് കൊടുക്കാം. അപ്പം ക്രീമിൽ തന്നെ ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ സൈഡിലൂടെയൊക്കെ ഒന്ന് ഗ്രീൻ ലീവ്സ് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ നമ്മൾ റോസ് ഫ്ലവർ ഉണ്ടാക്കിയ ആ പൈപ്പിംഗ് ബാഗിൽ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ചെറിയൊരു ഡിസൈന് ബോട്ടം പോർഷനിൽ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഇങ്ങനൊരു ഡിസൈനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ റോസ് ഫ്ലവറിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ബീഡ്സും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബർത്ത്ഡേ കേക്ക് ആയിരുന്നു, അപ്പം നെയിം എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗാർണിഷസും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം വാൻചോ എന്ന് പറയുമ്പോൾ തന്നെ വാനില പ്ലസ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ടേസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണിത് കഴിക്കാനും. അതേപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ കൂൾ ചെയ്യാൻ വെച്ചു. ഇക്കയും ബേബിയും കൂടെ ഇവിടെ ബേബിക്ക് സ്റ്റഡി ടേബിൾ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മഞ്ചേരിയിൽ കിഡ് ഷോപ്പുണ്ട്, കിഡൂസ് എന്നാണ് പേര്. 0 to 5 വരെയുള്ള കിഡ്സിൻ്റെ എല്ലാ ഡ്രസ്സസും ആക്സസറീസും അതുപോലെ തന്നെ ടോയ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ താഴെ നമ്മുടെ ഇൻസ്റ്റ ID കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ബേബിക്ക് സ്റ്റഡി ടേബിൾ നല്ല അത്യാവശ്യമാണ്. കാരണം അവളെ ഓൺലൈൻ ക്ലാസ്സൊക്കെ നടക്കുമ്പോൾ ബാക്ക് തീരെ ഒരു സപ്പോർട്ടില്ലാതെ വളഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ബെഡിലൊക്കെ ഇരുത്തിയിട്ടൊക്കെ ആകുമ്പോഴും അതേപോലെ തന്നെ ഈ ഫോണിലോ ടാബിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവളുടെ
നെക്കും അതേപോലെ തന്നെ നന്നായിട്ട് വളഞ്ഞിട്ടായിരിക്കും ഇരിക്കണത്. അപ്പം ഇങ്ങനെ സ്റ്റഡി ടേബിളിലാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ അവരുടെ ഹൈറ്റ് അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ബേബി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അവൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പുതിയ പുതിയ സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ ബുക്സൊക്കെ വെക്കാൻ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ 1 2 3 10 വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൽഫബറ്റ്സ് ABCD Z വരെ കൊടുത്തിട്ടുണ്ട്. അപ്പം മാം ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ഇനി എനിക്ക് ഇതിൽ തന്നെ കാണിച്ചു കൊടുത്താൽ അവളെ പഠിപ്പിക്കുക. പിന്നെ മെറ്റീരിയൽസൊക്കെ വെക്കാൻ അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റാക്കും കൂടെ ഉണ്ട് അടിയിൽ ബുക്സൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അതെനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ചാനലൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ടു. അതിനടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പം ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതുകൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.